16-ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളുമടങ്ങിയ സംഘം ഇന്ന് കേരളത്തിലെത്തും. നീതി ആയോഗ് മുൻ വൈസ് ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗാരിയ ചെയർമാനായ 16-ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി സംസ്ഥാനങ്ങളിലേക്കുള്ള പഠനയാത്രകളുടെ ഭാഗമായാണ് 3 ദിവസത്തെ കേരള സന്ദർശനം നിശ്ചയിച്ചിട്ടുള്ളത്. എസ് ഷീജ വിവരങ്ങൾ നൽകും. ഷീജ, 16-ാം ധനകാര്യ കമ്മീഷൻ അംഗങ്ങളും ചെയർമാനും അംഗങ്ങളും അടങ്ങിയ സംഘമാണ് ഇന്നിപ്പോൾ കേരളത്തിലേക്ക് എത്തുന്നത്. ഇതിൽ നീതി ആയോഗിന്റെ മുൻ വൈസ് ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗാരിയ ചെയർമാനായ സംഘമാണ് ഇവിടേക്ക് എത്തുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് കൊച്ചിയിലെത്തുന്ന സംഘത്തെ ധനകാര്യ മന്ത്രിയും ചീഫ് സെക്രട്ടറിയും ചേർന്നായിരിക്കും സ്വീകരിക്കുക. തുടർന്ന് ഇവർ കുമരകത്തേക്ക് യാത്ര തിരിക്കുന്നതായിരിക്കും. അതിനുശേഷം തിങ്കളാഴ്ച തിരുവാർപ്പ്, അതോടൊപ്പം തന്നെ അയ്മനം പഞ്ചായത്തുകൾ അടങ്ങിയ പ്രദേശം ഈ സംഘം സന്ദർശിക്കുന്നതായിരിക്കും. അതിനുശേഷം കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും തിരുവനന്തപുരത്ത് കോവളത്തേക്ക് എത്തുന്നതാണ്. ഇവിടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലായിരിക്കും കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും സ്വീകരിക്കുക. തുടർന്ന് പ്രത്യേകമായിട്ടുള്ള യോഗം ചേരുന്നുണ്ട്. അതിൽ മന്ത്രിസഭാ അംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. ഇതിന് ശേഷം വിവിധ യോഗങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട യോഗങ്ങൾ ഇവയാണ്. ഒന്ന്, രാവിലെ 11:30യോടുകൂടി ധനകാര്യ കമ്മീഷൻ ചെയർമാൻ സംസ്ഥാനത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാനുമായിട്ടുള്ള യോഗമുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് വ്യാപാരി വ്യവസായി പ്രതിനിധികളുമായിട്ടുള്ള കൂടിക്കാഴ്ചയുണ്ട്. അതിനുശേഷം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചയുമുണ്ട്. ഈ കൂടിക്കാഴ്ചകൾക്കൊക്കെ ശേഷം കമ്മീഷൻ ചെയർമാന്റെ വാർത്താ സമ്മേളനവും നിലവിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ഏതായാലും ധനകാര്യ കമ്മീഷൻ മുമ്പാകെ കേരളത്തിന്റെ ആവശ്യങ്ങൾ മുൻകൂട്ടി ശക്തമായി അവതരിപ്പിക്കാനും അർഹതപ്പെട്ട സാമ്പത്തിക ആവശ്യങ്ങൾ എല്ലാം തന്നെ നേടിയെടുക്കാനും കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കമ്മീഷന്റെ റിപ്പോർട്ടിനും അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾക്കുള്ള ധനവിഹിതം സംബന്ധിച്ചിട്ടുള്ള തീർപ്പുകൾക്കും വലിയ പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ട് ഈ 5 വർഷ കാലയളവിൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ഭരണഘടനാപരമായ സാമ്പത്തിക പിന്തുണ സംബന്ധിച്ചുള്ള കാര്യത്തിൽ തീർപ്പുകൾ നിശ്ചയിക്കുകയാണ് ധനകാര്യ കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത്. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.